പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന വൃശ്ചിക വാണിഭമേളയാണിത്. വൃശ്ചികം 1-ാം തീയതി മുതൽ 10 ദിവസത്തെ ഉത്സവമാണിത്, മേളയാണിത്. വൃശ്ചികം 1-ാം തീയതി മുതൽ ഡിസംബർ 1-ാം തീയതി വരെയാണ് ഇത് അവിടെ നടക്കുന്നത്. കാർഷികോപകരണങ്ങളുടെയും പരമ്പരാഗത ഗൃഹോപകരണങ്ങളുടെ വിൽപ്പനയും പ്രദർശനവുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. ഉണക്കസ്രാവ ഇഷ്ടപ്പെടുന്നവരുടെ ഓർമ്മയിൽ ആദ്യം എത്തുന്ന തെള്ളിയൂർ വാണിഭമായിരിക്കും എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉണക്കസ്രാവിൻ്റെ ഒരു ശേഖരമാണ് അവിടെ ഉള്ളത്. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിലായിട്ട് ഒരു വലിയ സ്റ്റോള് തന്നെയാണ് ഇതിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, വലിയ വലിപ്പമുള്ള സ്രാവുകൾ ഇഷ്ടം പോലാണ്. ആൾക്കാർ ദൂരേന്ന് വരെയാണ് ഇത് വാങ്ങിക്കാനായിട്ട് ഇവിടെ എത്തുന്നത്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു കാര്യം ഈ ഉണക്കമീനാണ്. ഉണക്കമീൻ സ്രാവ് മാത്രമല്ല, വേറെ പല വെറൈറ്റിയിലുള്ള ഉണക്കമീനുകളും ഇവിടെ ഉണ്ട്, കൊഞ്ച്, അങ്ങനെ പലതും. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് സ്രാവാണ്. പിന്നെ നല്ല വിലക്കുറവ്, നല്ല ഫ്രഷായിട്ടുള്ള ഉണക്കമീനാണ് നമുക്കിവിടെ കിട്ടുന്നത്. വൃശ്ചിക വാണിഭമേള തെള്ളിയൂർ തുടങ്ങുമ്പോഴേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നതും ഇതാണ്. പിന്നെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊട്ടകളെ, മുറങ്ങളെ, നെയ്തുണ്ടാക്കിക്കൊണ്ടിരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല. പിന്നെ മണ്ണിൻ്റെ പാത്രങ്ങളെ, ചട്ടികളെ, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹങ്ങളെ, ആന, പിന്നെ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വിഗ്രഹങ്ങളെ, ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ഇതിൻ്റെ ഒരു വലിയൊരു ശേഖരണം തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്ടംപോലെ പിന്നെ A to Z സാധനങ്ങളെ, ചെടിച്ചട്ടികളെ, പിന്നെ കപ്പുകളെ, പിന്നെ സ്റ്റീൽ പാത്രങ്ങളെ, അലൂമിനിയം പാത്രങ്ങളെ, പറ, നാഴി, ചങ്ങഴി, മത്തേ, പിച്ചാത്തി, വെട്ടുകത്തി, ചിരവ, ഉലക്ക, ഉരല്, ഓട്, അടുപ്പ്, കൂജകളെ, പിന്നെ അലുമിനിയം, സ്റ്റീൽ, ചെമ്പ് പാത്രങ്ങളെ, പിന്നെ തുമ്പാക്കയ്യ്, മഴുക്കയ്യ്, പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ഇഷ്ടം പോലെ. പിന്നെ കളിപ്പാട്ടങ്ങൾ, കമ്മലുകൾ, 20, 10, 40, 30 അങ്ങനെ. പിന്നെ കൊടംപുളി, വാളംപുളി, മില്ലറ്റ് ഐറ്റംസ്, ചോളപ്പൊടി, പിന്നെ സ്വീറ്റ്സ്, മുട്ടായികൾ, പലതരം പലഹാരങ്ങൾ, പിന്നെ കളിപ്പാട്ടങ്ങൾ, ബാഗുകൾ, തുണികൾ, പിന്നെ ചെടികൾ, പല വെറൈറ്റിയിലുള്ള ചെടികൾ. ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. പിന്നെ ഫ്രൂട്ട്സിൻ്റെയും അങ്ങനത്തെ തൈകൾ, പിന്നെ കുറ്റിക്കുരുമുളക്, അങ്ങനെ ഒരു കുറേയേറെ സ്ഥലത്ത് ഒരു വലിയൊരു ഇത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും പോയി കാണണം.